എല്ലാവർക്കും നമസ്കാരം. ചാനൽ 13.8 എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് കാറൽ മാർക്സ് രംഗപ്രവേശം ചെയ്യുമ്പോൾ ലോകത്തുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളെക്കുറിച്ചാണ്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് മാർക്സ് ജീവിച്ചിരുന്ന കാലത്ത് മാർക്സിസത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ്. സോഷ്യലിസ്റ്റുകളും അനാർക്കിസ്റ്റുകളും ഓവനിസ്റ്റുകളും ബ്ലാങ്കിസ്റ്റുകളും കൊട്ടിക്കുത്തി നിൽക്കുന്ന ഇടത്തേക്കാണ് മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുമായി രംഗപ്രവേശം ചെയ്തത്. സ്വാഭാവികമായും മാർക്സിസ് അവിടെ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ടായിരിക്കാം മാർക്സ് ഇവർക്കൊക്കെ എതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. റോബർട്ടോ ഓവൻ്റെയും സൈമൻ്റെയും സോഷ്യലിസത്തെ ഉട്ടോപ്യൻ സോഷ്യലിസം എന്ന് അദ്ദേഹം വിളിച്ചു. റോബർട്ട് ഓവനെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്നും വിളിച്ചു. ഓവനെ മാത്രമല്ല, മാർക്സിന് മുമ്പുണ്ടായിരുന്ന എല്ലാ സോഷ്യലിസ്റ്റ് ഐഡിയകളെയും ഉട്ടോപ്യൻ എന്ന് മാർക്സ് വിശേഷിപ്പിച്ചു. 16-ാം നൂറ്റാണ്ടിൽ തോമസ് മോർ എന്ന ഒരു ദാർശനികൻ ഉട്ടോപ്പിയ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഉട്ടോപ്യൻ എന്ന പേരാണ് മാർക്സ് സീനിയറായ എല്ലാ സോഷ്യലിസ്റ്റുകൾക്കും ചാർത്തി കൊടുത്തത്. സോഷ്യലിസ്റ്റുകളെ വിമർശിച്ചതുപോലെ മാർക്സിന് അനാർക്കിസ്റ്റുകളെ വിമർശിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അനാർക്കിസ്റ്റുകൾ മാർക്സിനേക്കാൾ വലിയ സ്വപ്നജീവികളായിരുന്നു. ഭരണകൂടവും നിയന്ത്രണവും ഒന്നുമില്ലാത്ത ഒരു ലോകമായിരുന്നു അവർ സ്വപ്നം കണ്ടിരുന്നത്. ഒരു നിയന്ത്രണവുമില്ലാത്ത ലോകം. പ്രൂതോൺ ആയിരുന്നു അവരുടെ അറിയപ്പെടുന്ന ദാർശനികൻ. സ്വത്ത് എന്നാൽ കട്ടുണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പ്രോപ്പർട്ടി ഈസ് തെഫ്റ്റ്. പ്രൂതോൺ ദാരിദ്ര്യത്തിൻ്റെ തത്വശാസ്ത്രം എന്ന പുസ്തകം എഴുതിയപ്പോൾ മാർക്സ് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് എഴുതിയത് തത്വശാസ്ത്രത്തിൻ്റെ ദാരിദ്ര്യം എന്നായിരുന്നു. എന്താണ് ഈ ദാരിദ്ര്യത്തിൻ്റെ തത്വശാസ്ത്രവുമായി മാർക്സിൻ്റെ തർക്കം? മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും അഭിപ്രായത്തിൽ അവരുടെ പ്രത്യയശാസ്ത്രം മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. അവർ ഇങ്ങനെയാണത് അവകാശപ്പെട്ടത്: ഞങ്ങൾ വരുന്നതിന് മുമ്പുള്ള എല്ലാ തത്വശാസ്ത്രജ്ഞരും ലോകത്തെ വ്യാഖ്യാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്നാൽ ഞങ്ങൾ ലോകത്തെ മാറ്റിത്തീർക്കാനുള്ള ഒറ്റമൂലിയുമായാണ് വന്നിട്ടുള്ളത്. എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ് റിക്വയർ എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ് എന്നാണല്ലോ. അന്തം വിട്ട അവകാശവാദങ്ങൾക്ക് കൊട്ടക്കണക്കിന് തെളിവുകൾ ആവശ്യമാണ്. ഇത്തരം അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും കേൾക്കാൻ എത്രമാത്രം സുഖമുള്ളതാണെങ്കിൽ കൂടിയും കേൾക്കുന്നവർ മുഴുവൻ അത് സ്വീകരിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് മാർക്സിൻ്റെ ഇതുപോലുള്ള വാദഗതികൾ കുറച്ച് ബുദ്ധിജീവികൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ആശയമായി നിലനിൽക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ തെളിവ് ഒന്നാം ഇൻ്റർനാഷണലിൽ കാണാം. യൂറോപ്പിലെ മുഴുവൻ തൊഴിലാളി സംഘടനകളുടെയും ഒരു ബോഡി രൂപീകരിക്കാനുള്ള ഒരു സമ്മേളനം ലണ്ടനിലെ മാർട്ടിൻസ് ഹാളിൽ 1864 നടന്നു. ഇൻ്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻ. അതാണ് ഈ ഒന്നാം ഇൻ്റർനാഷണൽ, ഫസ്റ്റ് ഇൻ്റർനാഷണൽ എന്നൊക്കെ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സമ്മേളനം? സിമ്പിൾ റീസൺ. ഒരു രാജ്യത്ത് തൊഴിലാളികൾ പണി മുടക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ ഇറക്കി സമരം പൊളിക്കുന്ന ഒരു പണി അന്നത്തെ മുതലാളി വർഗത്തിനുണ്ടായിരുന്നു. അത് തടയാനാണ് തൊഴിലാളികൾ ഒരു ഇൻ്റർനാഷണലൊക്കെ വിളിച്ചുകൂട്ടി പരസ്പര ധാരണയുണ്ടാക്കണം എന്ന് തീരുമാനിച്ചത്. അക്കാലത്ത് യൂറോപ്പിൽ എല്ലാ തൊഴിലാളി സംഘടനകളിലും കൂടി 8 ലക്ഷം അംഗങ്ങളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ ആ ഇൻ്റർനാഷണലിൽ പങ്കെടുത്തു. റോബർട്ട് ഓവൻ്റെ ഓവനിസത്തെ പ്രതിനിധീകരിക്കുന്നവർ, ചാർട്ടിസത്തിൻ്റെ പ്രതിനിധികൾ, തീവ്ര വിപ്ലവത്തെ പ്രതിനിധീകരിക്കുന്ന ബ്ലാങ്കിസ്റ്റുകളുടെ പ്രതിനിധികൾ, ഒരു ഭരണകൂടത്തെയും അംഗീകരിക്കാത്ത അരാജകവാദികളുടെ പ്രതിനിധികൾ. അതിൽ ഏറ്റവും അവസാനത്തെ ആളായി കാറൽ മാർക്സ്. മാർക്സ് അവിടെ പങ്കെടുത്തത് ഒരു സംഘടനയുടെയും പേരിലല്ല എന്ന് കാണാം. തന്നെത്താൻ വന്നു, പങ്കെടുത്തു. ആ സമ്മേളനം 21 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. അതിലും മാർക്സ് ഇല്ല. 1848 ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാനിഫെസ്റ്റോ തയ്യാറാക്കിയ കാറൽ മാർക്സിന് 16 വർഷം കഴിഞ്ഞ് 1864 നടന്ന ഒന്നാം ഇൻ്റർനാഷണലിൽ ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവായി പങ്കെടുക്കാനുള്ള വളർച്ച പോലും ഉണ്ടായില്ല. പക്ഷേ അവസാന പേരുകാരനായ മാർക്സ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിലേക്ക് വരുന്നത് നമുക്കിപ്പോൾ കാണാം. അതെങ്ങനെയാണെന്നോ? ആ സമ്മേളനം ഭാവി പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി 21 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിരുന്നു. അവർ ആ പണി ചെയ്തില്ല. പബ്ബിലും ക്ലബിലും കയറി ഉഴപ്പിയ അവർക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി പ്രവർത്തന പരിപാടി ആവിഷ്കരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കാര്യം നടക്കണമല്ലോ. അവർ നേരെ വീട്ടിൽ പോയി മാർക്സിനെ കണ്ടു. ആ ഉത്തരവാദിത്വം മാർക്സിനെ ഏൽപ്പിച്ചു. ഒരു കൊട്ടേഷൻ വർക്ക്. പക്ഷേ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റലക്ച്വൽ കൊട്ടേഷനായിരുന്നു അത്. അസാമാന്യമെന്ന് തന്നെ കരുതാവുന്ന ഒരു ഇൻ്റലക്ച്വൽ ആയിരുന്നല്ലോ മാർക്സ്. പണത്തിൻ്റെ അത്യാവശ്യവും ഉണ്ടായിരുന്ന കാലം. ആ പിടിവള്ളിയിൽ പിടിച്ച് മാർക്സ് കയറി. പിന്നീട് ആ ഇൻ്റർനാഷണൽ തന്നെ മാർക്സിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പിലാണ് എന്ന് മിഖായിൽ ബക്കുനിൻ കുറ്റപ്പെടുത്തുന്ന വിധം മാർക്സ് അവിടെ ആധിപത്യം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. മാർക്സ് ആധിപത്യം സ്ഥാപിച്ചു, പക്ഷേ മാർക്സിസം വളർന്നില്ല. മാർക്സ് ജീവിച്ചിരുന്ന കാലത്ത് മാർക്സിസം ഒരിക്കലും അംഗീകരിക്കപ്പെട്ടില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് പാരീസ് കമ്മ്യൂൺ. പാരീസ് കമ്മ്യൂൺ എന്നാൽ ഒരു പാരീസിലെ ഒരു പാർട്ടിയൊന്നുമല്ല.
1871 പാരീസിലുണ്ടായ ഒരു വിപ്ലവമാണ് ഈ പാരീസ് കമ്മ്യൂൺ. അതിനെ തുടർന്ന് 1871 മാർച്ച് 18 മുതൽ മെയ് മാസം വരെ ഒരു ഗവൺമെൻറ്, തൊഴിലാളി വർഗത്തിന് വേണ്ടി ഒരു ഗവൺമെൻറ് അവിടെ സ്ഥാപിതമായി. ലോകത്തിൽ ആദ്യമായി സംഭവിച്ച ഈ ഗവൺമെൻറ്റാണ് പാരീസ് കമ്മ്യൂൺ. പാരീസ് കമ്മ്യൂൺ സ്ഥാപിച്ചത് പഴയ ഫ്രഞ്ച് വിപ്ലവ പാരമ്പര്യം പേറുന്ന ജാക്കോബിൻസ്, അനാർക്കിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ബ്ലാങ്കിസ്റ്റുകൾ അവരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്. അതിൽ തന്നെ പ്രമുഖ ഗ്രൂപ്പ് അഗസ്റ്റ് ബ്ലാങ്കിയുടെ അനുയായികളായിരുന്നു. പക്ഷേ ബ്ലാങ്കി അന്ന് ജയിലിലായിരുന്നു, ഫ്രഞ്ച് നാഷണൽ ഗാർഡിൻ്റെ തടവിൽ. അനുയായികൾ അധികാരം പിടിച്ചിട്ടും നേതാവ് ജയിലിൽ തന്നെ. ഫ്രഞ്ച് എന്ന നാടിൻ്റെ ചെറിയ ഭാഗം മാത്രമായിരുന്നല്ലോ പാരീസ്. ആ ചെറിയ ഏരിയയിൽ മാത്രമേ വിപ്ലവകാരികൾക്ക് ആധിപത്യമുള്ളൂ. പാരീസിന് പുറത്തുള്ള ഫ്രാൻസ് അപ്പോഴും നാഷണൽ ഗാർഡിൻ്റെ ഒപ്പമായിരുന്നു. നേതാവിനെ വിട്ടുകിട്ടാനായി വിപ്ലവകാരികൾ പാരീസിലെ മതപുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് തടവിലിട്ടു. എന്നിട്ട് ബാർഗെയിൻ ചെയ്തു നോക്കി. ബ്ലാങ്കിയെ വിട്ടുതന്നാൽ പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വിട്ടുതരാം എന്നവർ നാഷണൽ ഗാർഡ് തലവനായ അഡോൾഫ് തിയേഴ്സിനോട് പറഞ്ഞു. പക്ഷേ ആ തലവൻ സമ്മതിച്ചില്ല. അയാൾ ഭയങ്കര ബുദ്ധിമാനായിരുന്നു. ബ്ലാങ്കി തടവറയിൽ നിന്ന് തിരിച്ചെത്തിയാൽ പാരീസ് കമ്മ്യൂണിൻ്റെ ഭരണം അയാൾ ഏറ്റെടുക്കുമെന്നും പിന്നീട് ഒരിക്കലും പാരീസ് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നും അയാൾക്കറിയാമായിരുന്നു. ചിലപ്പോൾ ഫ്രാൻസ് മൊത്തം അയാൾ കീഴടക്കിയേക്കും എന്ന കാര്യവും നാഷണൽ ഗാർഡിന് അറിയാമായിരുന്നു. അവർ ഒരു ഒത്തുതീർപ്പിനും തയ്യാറായില്ല. ബ്ലാങ്കിയെ മോചിപ്പിക്കില്ല എന്നറിഞ്ഞ വിപ്ലവകാരികൾ പ്രതികാര ബുദ്ധ്യ എല്ലാ മതപുരോഹിതന്മാരെയും കൊന്നുകളയുകയാണ് ഉണ്ടായത്. അപ്രകാരം 1871 പാരീസ് കമ്മ്യൂണിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ 1848 മാനിഫെസ്റ്റോയുമായി വന്ന മാർക്സിന് അവിടെ യാതൊരു റൂളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മാർക്സിൻ്റെ ആശയങ്ങൾ യൂറോപ്പിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയാൻ കാരണം. മാർക്സ് പാർട്ടി ഉണ്ടാക്കിയിട്ട് 23 വർഷം കഴിഞ്ഞപ്പോഴും മാർക്സിസത്തിന് വളർച്ച ഉണ്ടാകുന്നില്ല എന്ന് പാരീസ് കമ്മ്യൂൺ തെളിയിച്ചു. ഇനി 1886 മഹത്തായ ചിക്കാഗോ സമരത്തിലേക്ക് നമുക്ക് വരാം. 8 മണിക്കൂർ ജോലി സമയമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ മുന്നോട്ട് വന്ന് നടത്തിയ പ്രക്ഷോഭം, ഹേ മാർക്കറ്റിൽ നടന്ന കൂട്ടക്കൊല, അതിൻ്റെ ഓർമ്മയിലാണ് നമ്മൾ മെയ് ദിനം ഇപ്പോഴും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. മാർക്സിൻ്റെ ജീവിതകാലം കഴിഞ്ഞ് 3-ാമത്തെ വർഷം നടന്ന ചരിത്ര സംഭവമാണത്. അതിൽ പങ്കെടുക്കാൻ ഒരു മാർക്സിസ്റ്റും ഉണ്ടായിരുന്നില്ല എന്ന് കാണാം. മാർക്സിസം അപ്പോഴൊന്നും ലോകത്ത് വ്യാപിച്ചിരുന്നില്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഹേ മാർക്കറ്റ് കലാപത്തിലെ കീ ഫിഗേഴ്സിനെ നമുക്ക് നോക്കാം. അഗസ്റ്റ് സ്പൈസ്, അയാളൊരു സോഷ്യലിസ്റ്റ് അനാർക്കിസ്റ്റായിരുന്നു. ആൽബർട്ട് പാർസൺ സോഷ്യലിസ്റ്റ് അനാർക്കിസ്റ്റായിരുന്നു. സാമുവൽ ഫിൽഡൻ സോഷ്യലിസ്റ്റ് അനാർക്കിസ്റ്റായിരുന്നു. ഇന്ന് നമ്മൾ മെയ് ദിനമായി ആചരിക്കുന്ന ആ പ്രക്ഷോഭം പോലും അനാർക്കിസ്റ്റുകൾ നടത്തിയതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നോ കോൺട്രിബ്യൂഷൻ ഫ്രം എനി മാർക്സിസ്റ്റ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർക്സ് ജീവിച്ചിരുന്ന കാലത്തും മരിച്ചതിന് ശേഷമുള്ള 4 നൂറ്റാണ്ട് കാലത്തും ഇടത് എന്നാൽ മാർക്സിസം ആയിരുന്നില്ല എന്നാണ്. മറ്റ് ഇസങ്ങളായിരുന്നു അക്കാലത്തെ ഇടത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മാർക്സിസം 20-ാം നൂറ്റാണ്ടിനെ കീഴടക്കിയ ദർശനമായി തീർന്നത്? എങ്ങനെയാണ് ഇടത് എന്ന് വിവക്ഷിക്കപ്പെടുന്നതൊക്കെ കമ്മ്യൂണിസം എന്നായി മാറിയത്? അതിന് കാരണക്കാരൻ ലെനിനാണ് റഷ്യയിൽ സർവാധിപത്യം സ്ഥാപിച്ച് ആ ഭരണകൂടത്തിൻ്റെ മതം മാർക്സിസമായി പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് മാർക്സിസം ലോകത്ത് ഹിറ്റാകുന്നത്. റോമിലൊരു ചക്രവർത്തി വിചാരിച്ചപ്പോൾ ക്രിസ്തുമതം ലോകത്ത് ഹിറ്റായതുപോലെയുള്ള ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനമായിരുന്നു അത്. ലെനിൻ്റെ നേതൃത്വത്തിൽ നടന്ന മഹത്തായ ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത് ഒരു രാജാവിനെതിരെയോ ബൂർഷാസിക്കെതിരെയോ നടത്തിയ വിപ്ലവമായിരുന്നില്ല, മറിച്ച് ജനാധിപത്യവാദികൾക്ക് എതിരെ നടന്ന വിപ്ലവമാണ്. സോഷ്യലിസ്റ്റുകളും മറ്റ് ജനാധിപത്യവാദികളും ചേർന്നുണ്ടാക്കിയ താൽക്കാലിക ഗവൺമെൻറ് ആയിരുന്നു അപ്പോൾ അവിടെ ഭരിച്ചിരുന്നത്. പലരും വിചാരിച്ചിരിക്കുന്നത് ഒക്ടോബർ വിപ്ലവം നടക്കുമ്പോൾ സാർ ചക്രവർത്തിയാണ് റഷ്യ ഭരിച്ചിരുന്നത് എന്നാണ്. ഒരിക്കലുമല്ല. സാർ ചക്രവർത്തി സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു. സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയുടെ പ്രതിനിധിയായിരുന്ന അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു അപ്പോൾ റഷ്യയുടെ പ്രസിഡന്റ്. ഭരണഘടനയുണ്ടാക്കാനും ഇലക്ഷൻ നടത്താനുമായി ഉണ്ടാക്കിയതായിരുന്നു ആ താൽക്കാലിക ഗവൺമെൻറ്റിനെ. പക്ഷേ ഭരണഘടനയും ജനാധിപത്യവും വന്നാൽ കമ്മ്യൂണിസം നടപ്പാകില്ല, പാർലമെൻറ്റ് പന്നിക്കൂടാണ് എന്നാണ് ലെനിൻ മുദ്രാവാക്യം മുഴക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഢതന്ത്രങ്ങൾ ആവിഷ്കരിച്ചും കിംവദന്തികൾ പരത്തി ജനങ്ങളെ പേടിപ്പിച്ചും താൽക്കാലിക ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്ത ഒരു അട്ടിമറിയെയാണ് മഹത്തായ ഒക്ടോബർ വിപ്ലവം എന്ന് മാർക്സിസ്റ്റുകൾ പറയുന്നത്. ഇതേ തന്ത്രം 1948 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളും കോപ്പി ചെയ്തു നോക്കുകയുണ്ടായി. ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാക്കാനായി ഒരു ഭരണഘടനാ അസംബ്ലിയും താൽക്കാലിക പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റുവും നിലവിൽ വന്ന സമയത്ത് അട്ടിമറിയിലൂടെ അധികാരം പിടിക്കാൻ ഒരു തീസിസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവിഷ്കരിച്ചു. കൽക്കത്ത തീസിസ് എന്നറിയപ്പെടുന്ന ഈ സീക്രട്ട് ഓപ്പറേഷനെ പക്ഷേ പട്ടാളം അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. 1917 റഷ്യയിലെ പട്ടാളത്തെ പോലെ ആയിരുന്നില്ല 1948 ഇന്ത്യയിലെ മൗണ്ട് ബാറ്റൻ്റെ പട്ടാളം.
ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് നിരാശാഭരിതരായി സാർ ചക്രവർത്തിയെ കൊല്ലാൻ നടന്നിരുന്ന പട്ടാളമായിരുന്നു റഷ്യയിലേത്. അതുപോലെ ആയിരുന്നില്ല ഇന്ത്യയിലേത്. പട്ടാളത്തിനുള്ളിലെ ഉൾപ്പെരിവുകളെല്ലാം അധികാരം പിടിക്കാൻ ലെനിന് തുണയാവുകയായിരുന്നു. അങ്ങനെ 1917 ഒക്ടോബറിൽ റഷ്യയുടെ അധികാരം കൈക്കലാക്കിയ ലെനിന് കാര്യങ്ങൾ അങ്ങനെ എളുപ്പമായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടുപോയി അദ്ദേഹം. റഷ്യ എന്നത് സെൻറ്റ് പീറ്റേഴ്സ് നഗരം മാത്രമല്ലല്ലോ. ആ നഗരത്തിൽ ലെനിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്ന് ശരിയാണ്. എന്നാൽ റഷ്യൻ സാമ്രാജ്യത്തിലെ ഗ്രാമങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. സോഷ്യലിസ്റ്റ് പാർട്ടിക്കായിരുന്നു അവിടെ മുൻകൈ. അതുകൊണ്ട് പൊടുന്നനെ സ്വേച്ഛാധിപത്യം സ്ഥാപിക്കാൻ ലെനിന് പറ്റുമായിരുന്നില്ല. ജനങ്ങൾക്കിടയിൽ വേരുകളുള്ള പാർട്ടികളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ലെനിന് മുന്നോട്ട് പോകാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്കൊരു പുതിയ ഭരണഘടന ഉണ്ടാക്കാനുള്ള അവരുടെ നിർബന്ധത്തിന് ലെനിന് വഴങ്ങേണ്ടി വന്നു. അതിനായി ഒരു ഇലക്ഷൻ വരെ ലെനിൻ നടത്തി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇലക്ഷൻ. റഷ്യയുടെ 1989 വരെയുള്ള ചരിത്രത്തിൽ റഷ്യക്കാർ ആദ്യമായും അവസാനമായും വോട്ട് ചെയ്തത് 1917 നവംബർ 25 നടന്ന ആ ഇലക്ഷനിലായിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ലെനിൻ്റെ പാർട്ടി രണ്ടാമതായി. 23% വോട്ട് മാത്രം കിട്ടി. ഗ്രാമങ്ങളിലെ പാവങ്ങളുടെ ഭൂരിപക്ഷം വോട്ടും നേടിക്കൊണ്ട് സോഷ്യലിസ്റ്റ് റെവല്യൂഷണറി പാർട്ടി ഒന്നാമതെത്തി. അതായത് ലെനിൻ വിപ്ലവം നടത്തി പുറത്താക്കിയ പാർട്ടികളെ തന്നെ ജനങ്ങൾ ഇലക്ഷനിലൂടെ പിന്തുണച്ചു. ലെനിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അടിയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ തന്നെ ഈ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയെ ലെനിൻ പുലർത്തിയിരുന്നു. അതിൽ ലെനിൻ്റെ ഒപ്പം ചേർന്നവരെ ഇടതാക്കി, മറ്റുള്ളവരെ വലതാക്കി. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കക്ഷിയിൽ ഒരു വിഭാഗം തൻ്റെ കൂടെയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ലെനിൻ ജനാധിപത്യം ബൂർഷകളുടെ ഏർപ്പാടാണ് എന്നങ്ങ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ റദ്ദാക്കി സർവാധിപതിയായി വാഴാൻ തുടങ്ങി. ജനങ്ങൾക്കിടയിൽ ലെനിൻ്റെ പാർട്ടിയേക്കാൾ വേറുണ്ടായിരുന്ന എല്ലാ ഇടതു കക്ഷികളെയും ലെനിൻ നിരോധിച്ചു. ബൂർഷാ പാർട്ടികളുടെ കാര്യം പറയുകയും വേണ്ട. സ്വതന്ത്ര പത്രപ്രവർത്തനം പൂർണ്ണമായും നിരോധിച്ചു. ഇതിനിടയിൽ പഴയ ഒരു പട്ടാള കമാൻഡറായ കോർണിലോവിൻ്റെ നേതൃത്വത്തിൽ ഒരു വെള്ളസേനയും ശക്തി സംഭരിച്ച് ബോൾഷെവിക്കുകൾക്കെതിരെ അണിനിരന്നു. റഷ്യയിൽ പിന്നീടൊരു ആഭ്യന്തര യുദ്ധം തന്നെ നടന്നു. ലെനിൻ എതിരാളികളെ നേരിട്ടത് ചുവപ്പ് സേനയെ ബലപ്പെടുത്തിക്കൊണ്ടായിരുന്നു. 1919 ജൂണിൽ നിർബന്ധിച്ച് സേനയിലേക്ക് ആളെ ചേർക്കാൻ തുടങ്ങി. ആദ്യം ഫാക്ടറി തൊഴിലാളികളെയും പാർട്ടി പ്രവർത്തകരെയും ചേർത്തു. കർഷകർക്കൊന്നും കൃഷി വിട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു. എങ്കിലും നിർബന്ധിച്ച് ചേർത്തു. അതിനെതിരെ കർഷക കലാപങ്ങളുണ്ടായി. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ഒരു വർഷത്തിനുള്ളിൽ 50 ലക്ഷം ചുവപ്പ് സൈനികരെ ലെനിൻ സംഘടിപ്പിച്ചു. പക്ഷേ അപ്പോൾ പ്രശ്നം വേറെയായി. ഇവരെ തീറ്റിപ്പോറ്റണ്ടേ? ആവശ്യത്തിന് ഭക്ഷണമില്ല. ഭക്ഷണം കിട്ടാതെ ആളുകൾ പട്ടാളം വിട്ട് ഓടുക, അതേസമയം പട്ടാളത്തിലേക്ക് ആളെ ചേർത്തിക്കൊണ്ടിരിക്കുക. ഈ വിഷയം ഒരു കിറാമുട്ടിയായപ്പോൾ ലെനിൻ പുതിയൊരു മാർഗം കണ്ടുപിടിച്ചു. അതാണ് വാർ കമ്മ്യൂണിസം. എല്ലാ കാർഷിക ഉൽപ്പാദനവും വരുമാനവും പട്ടാളത്തിലേക്ക് തിരിച്ചുവിടുന്ന അറ്റക്കൈ പ്രയോഗമാണ് ഈ വാർ കമ്മ്യൂണിസം. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യം പിടിച്ചെടുത്ത് അത് പൊതുസ്വത്താണെന്ന് പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ പടി. തുടർന്ന് അങ്ങോട്ട് സാമ്പത്തിക രംഗം മുഴുവനായി സർക്കാർ ഏറ്റെടുക്കാൻ തുടങ്ങി. ആഭ്യന്തര യുദ്ധം മറയാക്കിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. 1920കളിൽ തന്നെ സ്വകാര്യ വ്യാപാരം നിരോധിക്കുന്നത്, വ്യവസായശാലകൾ ദേശവൽക്കരിക്കുന്നത്, പണത്തിന് പകരം റേഷനാക്കി മാറ്റുന്നത് തുടങ്ങിയ എല്ലാ നടപടികളും വാർ കമ്മ്യൂണിസം നിറവേറ്റി. ആഭ്യന്തര യുദ്ധം വന്നില്ലായിരുന്നെങ്കിൽ ലെനിന് ഇതൊന്നും സാധിക്കുമായിരുന്നില്ല. കാരണം ഇതൊക്കെയാണ് ശരിക്കുള്ള ഉദ്ദേശങ്ങളെന്ന് വെളിപ്പെടുത്താനുള്ള ശക്തി 1918 ലെനിന് ഉണ്ടായിരുന്നില്ല. പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒരുമിച്ച് നിലനിർത്തുമെന്ന് പറഞ്ഞാണ് ലെനിൻ സോഷ്യലിസ്റ്റുകളെ ഒപ്പം നിർത്തിയിരുന്നത്. എല്ലാ വാഗ്ദാനങ്ങളും കാറ്റിൽ പറത്തി സർവാധിപത്യം സ്ഥാപിക്കാൻ ആഭ്യന്തര യുദ്ധമാണ് ലെനിനെ സഹായിച്ചത്. 1918 ജൂൺ 4 തന്നെ ട്രോഡോസ്കി അക്കാര്യം വിളിച്ചു പറഞ്ഞു. നമ്മുടെ പാർട്ടി ആഭ്യന്തര യുദ്ധത്തിന് അനുകൂലമാണ്. ആഭ്യന്തര യുദ്ധം നീണാൾ വാഴട്ടെ. ആഭ്യന്തര യുദ്ധം തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. പ്രതിവിപ്ലവകാരികൾക്കെതിരെയുള്ള നിർദ്ദയ യുദ്ധമാണിത്. നിർദ്ദയം എന്ന് ട്രോഡോസ്കി പറഞ്ഞപ്പോൾ ലെനിൻ അത് ചെയ്തു കാണിച്ചു. ഭരണകൂടത്തെ നേരിട്ട് എതിർക്കുന്നവരെയാണ് ലെനിൻ ആദ്യം കൊന്നൊടുക്കിയത്. പിന്നീട് സംശയം തോന്നുന്നവരെ മുഴുവൻ കൊല്ലാൻ തുടങ്ങി. അക്കാര്യത്തിൽ ഇടതും വലതുമൊന്നും നോക്കിയില്ല. ചോരക്കൊതിപ്പുണ്ട റെഡ് ആർമി കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചു. സാർ ചക്രവർത്തിയുടെ കുടുംബത്തിലെ കുഞ്ഞു കുട്ടികളെ വരെ കൊന്നു. കേരളത്തിലേതുപോലെ അക്കാലത്ത് റഷ്യൻ സ്കൂളുകളിലും അധ്യാപകരിൽ പലരും സഖാക്കളായിരുന്നു. അവർ വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയാൽ മാതാപിതാക്കൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം. അവർ ലെനിനെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ഒന്ന് പറയണം. ഞങ്ങൾ അവരെ ഉപദേശിച്ച് നേരെയാക്കി കൊള്ളാം. ലെനിൻ്റെ ചെയ്തികളോട് വിമർശനം ഉണ്ടായിരുന്ന പല മാതാപിതാക്കളും ഉണ്ടായിരുന്നു. അവർ വീടിൻ്റെ 4 ചുവരുകളെ വിശ്വസിച്ച് പരസ്പരം പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിഷ്കളങ്കരായ ഈ കുട്ടികൾ അധ്യാപകരോട് പോയി പറയുകയും ആ കുട്ടികൾ പിന്നീട് അനാഥരാവുകയും ചെയ്തു.
ലെനിൻ അതുവരേക്കും ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഒരു കൊലപാതകിയായി മാറുകയായിരുന്നു. ലെനിൻ നടത്തിയ കൂട്ടക്കൊലകളുടെ തെളിവുകൾ, കൊലയ്ക്കുള്ള ഓർഡറുകൾ എല്ലാം 1989 വരെ ക്ലാസിഫൈഡ് ആയിരുന്നു, രഹസ്യരേഖകളായിരുന്നു. സോവിയറ്റ് സാമ്രാജ്യം തകർന്നപ്പോഴാണ് എല്ലാ രേഖകളും പുറത്തു വന്നത്. പല രേഖകളും ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അതിൽ പ്രധാനമാണ് റഷ്യയിലെ പെൻസ എന്ന പ്രവിശ്യയിലെ കർഷകരെ കൂട്ടക്കൊല നടത്താനുള്ള ലെനിൻ്റെ ഓർഡർ. BBC ഓർഡർ ലെനിൻസ് സീക്രട്ട് ഫയൽസ് എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. 1918 ആഗസ്റ്റ് 11 കൂട്ടക്കൊലയ്ക്കുള്ള ഒരു ടെലഗ്രാം ലെനിൻ അയക്കുന്നത്. പെൻസിലെ പാർട്ടി ഭാരവാഹികൾക്ക് എന്ന് എഴുതിയാണ് അത് ആരംഭിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ സ്ലൈഡ് ആയി നമുക്കിവിടെ കാണാം. ലെനിൻ എഴുതിയ കാര്യത്തിൻ്റെ മലയാളം ഞാൻ പറയാം. ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. സഖാക്കളെ, 5 കുലാക്ക് ജില്ലകളിലെ കലാപത്തെ ദയയില്ലാതെ അടിച്ചമർത്തണം. മുഴുവൻ വിപ്ലവത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് ഇത് ആവശ്യമാകുന്നു. കാരണം കുലാക്കുകളുമായുള്ള അവസാന നിർണായക യുദ്ധമാണ് ഇപ്പോൾ എല്ലായിടത്തും നടന്നു വരുന്നത്. എല്ലാവരെയും ഭയപ്പെടുത്തും വിധം ഒരു ഉദാഹരണം നമ്മൾ ഉണ്ടാക്കണം. തൂക്കിക്കൊല്ലണം. പൊതുജനം കാണും വിധം 100 പേരിൽ കുറയാത്ത അത്ര കുലാക്കുകളെ ഒറ്റയടിക്ക് തൂക്കിക്കൊല്ലണം. തിന്നുകൊഴുത്തവരാണവർ, രക്തം കുടിക്കുന്നവർ. തൂക്കിക്കൊന്നതിന് ശേഷം അവരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കണം. അവരിൽ നിന്ന് എല്ലാ ധാന്യങ്ങളും പിടിച്ചെടുക്കണം. ഇന്നലത്തെ ടെലഗ്രാം അനുസരിച്ച് കുറേ പേരെ ബന്ദികളുമാക്കണം. ഇതൊക്കെ ചെയ്യേണ്ടത് അല്പം പരിഷ്കാരത്തോടെയാണ്. രക്തം കുടിക്കുന്ന കുലാക്കുകളെല്ലാം കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെടും, ഇനിയും കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെടും എന്ന് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾ വിറച്ചുകൊണ്ട് കാണും വിധം ആക്രോശിച്ചു വേണം ഇത് ചെയ്യാൻ. നടപ്പിലാക്കേണ്ട ചുമതല നിങ്ങളുടേത് എന്ന് സ്വന്തം ലെനിൻ. PS, അത് പോസ്റ്റ് സ്ക്രിപ്റ്റ്, ടഫായ ആളുകളെ കണ്ടെത്തുക. ആരെയാണ് ഈ കൂട്ടക്കൊല ചെയ്യുന്നത്? ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടിയുടെ അനുഭാവികളായ കർഷകരെ. പിന്നീട് ആ കൂട്ടക്കൊലകളുടെ റെക്കോർഡ് ഹിറ്റ്ലർ തിരുത്തി, സ്റ്റാലിൻ വീണ്ടും തിരുത്തി, മാവോ ആ റെക്കോർഡും ഉയർത്തി. ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ചോര കൊണ്ടാണ് ഇന്ന് കാണുന്ന എല്ലാ ചെങ്കൊടിയും ചുവന്നിട്ടുള്ളത് എന്ന് ലോകം മനസ്സിലാക്കുകയായിരുന്നു. അധികാരം ഏറ്റെടുത്ത 7 വർഷം കൊണ്ട് ഒരു കൊടുങ്കാറ്റിന് ഇളക്കാൻ പറ്റാത്ത ചെങ്കോട്ടയാക്കി റഷ്യയെ ലെനിൻ മാറ്റി. തൊഴിലാളി വർഗ സർവാധിപത്യം സാധ്യമാണെന്ന് ലോകം മുഴുവനും അറിഞ്ഞു. ലെനിൻ സൈദ്ധാന്തികമായി അംഗീകരിക്കുന്നത് മാർക്സിസമായതിനാൽ ലെനിനോടൊപ്പം മാർക്സിസവും ഹിറ്റായി. സോവിയറ്റ് യൂണിയൻ്റെ ബഡ്ജറ്റിൽ മാർക്സിസ്റ്റ് പ്രൊപ്പഗണ്ട ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിനായി ചെറുതല്ലാത്ത ഒരു തുക മാറ്റിവെച്ചിരുന്നു. ലോകത്തിലാദ്യമായി ഒരു രാജ്യം തൊഴിലാളി വർഗം ഭരിക്കുന്നു എന്ന് അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അവിടെ വ്യത്യാസമില്ല എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. പട്ടിണി ഇല്ല എന്നും മാത്രമല്ല, പട്ടികൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്നായി പ്രൊപ്പഗണ്ട. അവിടുത്തെ യഥാർത്ഥ വാർത്തകൾ പ്രചരിപ്പിക്കേണ്ട സ്വതന്ത്ര പത്രങ്ങളെ മുഴുവൻ ലെനിൻ നിരോധിച്ചു. പകരം സ്വന്തം പാർട്ടി പത്രങ്ങൾ ലെനിനെ വാഴ്ത്താൻ വേണ്ടി മത്സരിച്ചു. സോവിയറ്റ് റഷ്യയിൽ നിന്നുണ്ടായ ഇത്തരം മാർക്സിസ്റ്റ് പ്രൊപ്പഗണ്ടകളെപ്പറ്റി ഒരു ഇൻ്റർവ്യൂവിൽ യുവാൽ നോവ ഹരാരി ഇങ്ങനെ പറഞ്ഞു. 1920കളിലും 30കളിലും 40കളിലും കമ്മ്യൂണിസ്റ്റുകൾ പടച്ചുവിട്ട നുണകളുടെ മലവെള്ളപ്പാച്ചിലായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളെപ്പോലെ നുണകൾ സൃഷ്ടിക്കാൻ മറ്റൊരു പാർട്ടിക്കും ചരിത്രത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. The level of lies of information campaigns that they orchestrated in 1920s, 30s, 40s is really unimaginable. ദരിദ്രനും ധനവാനും തമ്മിൽ വ്യത്യാസങ്ങളില്ലാത്ത സമ്പൽ സമൃദ്ധമായ ഒരു ലോകം സ്വപ്നം കാണുന്ന നല്ലവരായ മനുഷ്യരെല്ലാം മാർക്സിസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. അത് ഈ നുണകളുടെ കയറ്റുമതിയിലൂടെയാണ്. സോവിയറ്റ് എന്നൊരു സ്വർഗമുണ്ട്, പോകാൻ കഴിഞ്ഞെങ്കിൽ എത്ര ഭാഗ്യം. ഭൂമിയിൽ തൊഴിലാളികൾ പണിഞ്ഞ സ്വർഗം എന്ന രീതിയിൽ നുണകൾക്കുമേൽ നുണകൾ പെയ്തിറങ്ങി. കാലങ്ങൾ കഴിഞ്ഞതോടെ ഇടത് എന്ന വാക്ക് സോഷ്യലിസം എന്ന വാക്കായും കമ്മ്യൂണിസം എന്ന വാക്കായും മാറുകയായിരുന്നു. ബ്ലാങ്കിസം, മാർക്സിസം, ലെനിനിസം, ഇതിൽ ആദ്യം ഏതാണ് ഉത്ഭവിച്ചതെന്ന് ആർക്കും പിടികിട്ടാത്ത വിധം മാർക്സിസ്റ്റ് പ്രൊപ്പഗണ്ടകൾ സത്യത്തെ മൂടി. സത്യത്തെ മൂടുന്ന കാർമേഘങ്ങളായി ലോകത്തെ മറച്ചു. അപ്പോൾ ഇടത് മാർക്സിസമായി മാറുകയായിരുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഇതോടെ ഈ സീസണിലെ 3 എപ്പിസോഡുകളും അവസാനിക്കുകയാണ്. അടുത്ത സീസൺ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യമാണ്. അവിടുത്തെ സർവാധിപത്യത്തിൻ്റെ ഫലം കൊണ്ടുണ്ടായ കൂട്ടക്കൊലകളെ പറ്റിയാണ് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. പല വീഡിയോകളും റഷ്യൻ വിപ്ലവത്തെപ്പറ്റി മലയാളത്തിലുണ്ട്. പ്രധാനമായും ബാബു ജനാർദ്ദനും അലക്സ് പ്ലൈനും ഒക്കെ ചെയ്തിട്ടുള്ളത്. അവർ മാർക്സിസ്റ്റ് പ്രൊപ്പഗണ്ടകൾ ഉറപ്പിക്കാനാണ് ആ പ്രഭാഷണങ്ങളിൽ ശ്രമിച്ചത്. അവർ മനഃപൂർവ്വമാണെന്ന് കരുതുന്നില്ല. അവിടുത്തെ ഇരകൾ സാധാരണ ജനങ്ങളായിരുന്നു എന്നോർക്കാതെ ഭരണകൂട ഭാഷ്യങ്ങൾ അവർക്ക് പറയേണ്ടി വന്നു. സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആ ചരിത്രം നമുക്ക് പറയേണ്ടതുണ്ട്. അടുത്ത സീസണിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.